ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട്ഡൗൺ കാലമായിരുന്നു അമേരിക്കയിൽ ഇപ്പോൾ കടന്നുപോയത്. ബിൽ ക്ലിന്റന്റെ കാലത്തെ അടച്ചുപൂട്ടൽ ആയിരുന്നു ഏറ്റവും വലിയ ഷട്ട്ഡൗൺ കാലം. ഇപ്പോൾ ട്രംപിന്റെ അടച്ചുപൂട്ടൽ അതിനെല്ലാം തന്നെ മറികടന്നിരിക്കുകയാണ്. അടച്ചുപൂട്ടൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷട്ട്ഡൗൺ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ അംഗീകാരം ഇല്ലാത്തതിനാൽ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് പാസ്സാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ ലളിതമായി പറയാം. ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയാം. വളരെ അത്യാവശ്യമുള്ള ഡിഫൻസ് മേഖലയ്ക്കും മറ്റും മാത്രം സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന ഒരു അവസ്ഥയാണിത്. പക്ഷെ ഇപ്പോൾ അതും മുടങ്ങിയ ഒരു ഷട്ട്ഡൗൺ കാലമായിരുന്നു ഇപ്പോൾ അമേരിക്കയിൽ കടന്നുപോയത്. ഒടുവിൽ 43 ദിവസത്തെ അടച്ചുപൂട്ടൽ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ട്രംപിന്റെ നയങ്ങൾക്കൊക്കെ തന്നെ ആകെ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ട്രംപ് ഇന്ത്യക്ക് മേൽ 50% താരിഫ് അടിച്ചേൽപ്പിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കിയപ്പോൾ പ്രധാനമന്ത്രി മോദി ഒരു മറുതന്ത്രം പയറ്റിയിരുന്നു. ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഈ മറുതന്ത്രം. നവരാത്രി സീസൺ മുന്നിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൽപ്പന്നങ്ങൾക്ക് GST വൻതോതിൽ വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. പിന്നെ നടന്നത് റെക്കോർഡ് വിൽപ്പനയായിരുന്നു. 6 ലക്ഷം കോടി രൂപയുടെ കച്ചവടമാണ് ഈ ദീപാവലി നവരാത്രി സീസണോടനുബന്ധിച്ച് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായത്. ഇതൊരു മാതൃകയായി തന്നെ ട്രംപ് എടുത്തുകൊണ്ട് അമേരിക്കയുടെ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്താൻ വേണ്ടി താരിഫ് കട്ട് ചെയ്തിരിക്കുകയാണ്. മോദി GST വെട്ടിക്കുറച്ചതുപോലെ തന്നെ ട്രംപ് താരിഫ് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പലചരക്ക് സാധനങ്ങളുടെ ഉയർന്ന വിലയെക്കുറിച്ച് അമേരിക്കൻ ഉപഭോക്താക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് തക്കാളി, വാഴപ്പഴം, ബീഫ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ തീരുവ ട്രംപ് പിൻവലിച്ചത്. പലചരക്ക് ഉൽപ്പന്നങ്ങൾക്ക് കുത്തനെ വിലക്കയറ്റം ഉണ്ടായതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെയാണ് ട്രംപിന് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്തായാലും ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയ ട്രംപ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം തടി കാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.